അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ LDC LGS എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിനകത്ത് LDC ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, LGS ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. പക്ഷേ LGS പഠിക്കുന്നവരും ശ്രദ്ധിച്ചോളണം, നമ്മൾ LGS പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ LGS മാത്രം വർക്കൗട്ട് ചെയ്ത് പോകരുത്, LDC ലെവലിൽ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കൃത്യമായിട്ടും പോകണം. അതുകൊണ്ട് നമ്മൾ LGSനും LDCക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. അതിൽ മാക്സിമം ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും ചെയ്യുക. LGS ലെവൽ മാത്രം നോക്കാൻ നിങ്ങൾ നിൽക്കരുത്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്ത് തന്നെ പോകാൻ ശ്രമിക്കാം. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതിന്റെ കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതിന്റെ ബാക്കി 10 ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്ന. സോ നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. ഇതാ നോക്കി, അതായത് നമ്മൾ 61 മിനിറ്റ്. ഓക്കെ, നമുക്ക് ആ മിറർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട. 60 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം വർക്കൗട്ട് ചെയ്തിരുന്നു. അതിനകത്ത് ഇനി ബാക്കിയുള്ള ആ മിറർ എന്ന വാക്കിന്റെ കോഡ് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഇമേജ് എന്ന വാക്കിന്റെ കോഡ് എന്താണ് എന്നുള്ള ചോദ്യം മുതലാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക, മിറർ എന്ന് പറയുന്നതിന്റെ. അപ്പോൾ ഇനി വന്നിരിക്കുന്നത് ഒരു മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. സോ മിറർ എന്ന് പറയുന്നതിനെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് 13, ദെൻ 0, 9, ദെൻ 18, 15, 12 എന്നാണ്. 18, ദെൻ 15, 18 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ്. എങ്കിൽ നമ്മളുള്ള ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ഇമേജ് എന്നുള്ള കോഡെന്നാണ് ചോദ്യം. ഇമേജ് അല്ലേ, ഇമേജ്. സോ ഇത് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്കറിയാം ഈ ലെറ്ററും നമ്പേഴ്സുമുള്ള കോമ്പിനേഷൻ വരുന്ന ഒരു സീരീസ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഒരുപാടുണ്ട്. അത് ലെറ്റർ കോമ്പിനേഷൻ ഉണ്ട്, ലെറ്റർ നമ്പർ കോമ്പിനേഷൻ, അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻ വരുന്ന സാധനങ്ങളുണ്ട്. സോ ആണ് സീരീസിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ മെന്റൽ എബിലിറ്റി സിമ്പിൾ ആണെന്ന് കരുതി നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോകുന്ന ഒരുപാട് പേരുണ്ട്. മെന്റൽ എബിലിറ്റി വർക്ക് ചെയ്യേണ്ട, നമുക്ക് എക്സാം ഹാളിൽ പെട്ടെന്ന് കിട്ടുന്നതാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ പോകുന്നവരുണ്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ നിൽക്കരുത്. കാരണം നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് കിട്ടുന്ന മാത്സ് ബുദ്ധിമുട്ടുള്ളവർക്ക് പോലും കിട്ടുന്ന സാധനങ്ങളാണ് മെന്റൽ എബിലിറ്റി 10 മാർക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോകാതെ ഇതിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് ഭയങ്കര വിഷമമൊക്കെ തോന്നും. നമുക്ക് ആ ഒരു മാർക്ക് മിസ്സായി പോകും. നമുക്ക് ചിലപ്പോൾ ആ ഒരു മാർക്കിലേക്ക് നമുക്കൊരു നമ്മുടെ ജോലി തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മെന്റൽ എബിലിറ്റി ഒക്കെ നന്നായിട്ട് നോക്കിയിട്ട് തന്നെ പോവുക. നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് സീരീസുകളുണ്ട് അതിനകത്ത്. നമ്പർ സീരീസ് ആയാലും അതുപോലെ തന്നെ ഓഡ് വൺ ഔട്ട് ആയാലും നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോഴേ നമ്മൾ അതിനകത്ത് റെഡി ആവത്തുള്ളൂ. സോ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അതിനെ നെഗ്ലക്ട് ചെയ്തിട്ട് പോകരുത്, കൃത്യമായി നന്നായിട്ട് പഠിച്ചിട്ട് പോകും. അപ്പോൾ നോക്കിയേ, മിറർ എന്ന് പറഞ്ഞ സമയം ഇത് നോക്കി പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. നോക്കിയാൽ ഈ 18 റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അല്ലെ, ചേർത്താണ് എഴുതിയിരിക്കുന്നതെങ്കിലും ഇത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാര്യം നമ്മൾ ഫസ്റ്റിലെ ഒരു ലെറ്റർ നമ്പർ കോമ്പിനേഷൻ സീരീസ് വരെ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ്, നമ്മൾ ഇതുപോലൊരു സീരീസ് നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഇതുപോലെ ഒന്ന് എഴുതി വെക്കാറുണ്ട് അല്ലേ. സോ അതിനകത്ത് നമ്മൾ എപ്പോഴും ചെയ്തു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ നമ്മൾ ആൽഫബറ്റ്സ് ഒന്ന് ബാക്കിൽ എഴുതി വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ നമ്പേഴ്സ് മാർക്ക് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടി നമുക്കുണ്ട്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ A to Z എഴുതി വെക്കും. അതിൻ്റെ മുകളിൽ റൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് 1 to 26 എഴുതും. അവിടെ തിരിച്ചു എഴുതി വെക്കും. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഒരു സീരീസ് ആയിരുന്നു നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് നോക്കാം എന്താണ്. നമുക്ക് അന്ന് നോക്കി എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എത്ര നോക്കിയാൽ അത് എം എന്ന് പറയുന്നത് അത് M13 13 കിടക്കുന്നത്. അപ്പോൾ നോക്കിയാൽ ഈ എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് 13 കിടക്കുന്നത്. അടുത്ത I ഒന്ന് നോക്കി, I എന്ന് പറയുന്നത് 9ാമത്തെ ലെറ്റർ ആണ്. നിങ്ങൾക്ക് കാണാം 9ാമത്തെ ലെറ്റർ ആണ്. അത് നമ്മൾ 09 എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇനി 6 എന്ന് പറയുന്നത് 18 ദെൻ ഈ 6 18 O 15 6 18 കേട്ടോ. ഈ അതായത് ഒരു നമ്പറിന്റെ ഓർഡറിന് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ലെറ്ററിന്റെ കറക്റ്റ് പൊസിഷനിൽ വരുന്ന നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇമേജും അങ്ങനെ തന്നെ ആയിരിക്കും. നോക്കാം നമുക്ക് അതിന് നോക്കേണ്ട കാര്യത്തിലൂടെ 09 ഉണ്ടല്ലേ. സോ 09 എം ഇവിടെ ഉണ്ടാണല്ലേ 13. സോ A എന്ന് പറയുന്നത് നമുക്കറിയാം 1 ആണ്. സോ 1 എന്ന് എഴുതില്ല, 01 എന്ന് എഴുതും അല്ലേ. I 9ാമത്തെ ലെറ്റർ, M 13, A 01, G നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് അതിലോട്ട് നോക്കാം. G 7ാമത്തതാണ് അല്ലേ. സോ 7. E എന്ന് പറയുന്നത് എത്രാമത്തെയാണ് ലെറ്റർ, 5 ആണ്. സോ നമ്മൾ ഈ 07 എഴുതത്തുള്ളൂ, ദെൻ 05. ഇങ്ങനത്തെ ഓപ്ഷൻ നമ്മുടെ ക്വസ്റ്റിനകത്ത് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഉണ്ട് അല്ലേ. ദെൻ ഏതാണ് 09, 13, 01, ദെൻ 07, 05 അങ്ങനെ ഓപ്ഷൻ നോക്കുക. ആ ഓപ്ഷൻ ആയിരിക്കും എനിക്ക് തോന്നുന്നു. C ആണ് ഓപ്ഷൻ തോന്നുന്നു അല്ലേ. 09, 13, 01 യെസ് C ആണെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇതാണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ എൻ്റെ ബാക്കിലാക്കി നമ്മൾ എന്ത് എഴുതി വയ്ക്കുക, A to Z എഴുതി വെച്ച് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, ഞാനിത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ആദ്യമായിട്ടൊക്കെ PSC അപ്ലൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത്. ഓക്കെ, സോ നമുക്ക് അടുത്ത് നോക്കാം.
പ്രശ്നമല്ലോ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട് വരാം. ദെൻ നോക്കാം ക്വസ്റ്റ്യൻ. നോക്കി 62ാമത്തത് അല്ലേ? ആ ക്വസ്റ്റ്യൻ ദിശയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒരാൾ കിഴക്കോട്ട് 6 കിലോമീറ്റർ സഞ്ചരിക്കുന്നു, അവിടെ നിന്നും വലത്തോട്ട് 3 കിലോമീറ്റർ സഞ്ചരിക്കുന്നു, വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ കൂടി സഞ്ചരിക്കുന്നു, അവിടെ നിന്നും ഇടത്തോട്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നുവെങ്കിൽ അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്നും എത്ര അകലത്തിലായിരിക്കും എന്നാണ് നമ്മളുള്ള ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി വയ്ക്കുക, തീർച്ചയായിട്ടും പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ എഴുതുക. ഇതിനനുശേഷം നമുക്ക് നോക്കാം. ദിശയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ? വടക്ക്, ദെൻ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വരാം. ഓക്കെ, നോക്കേ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ദിശ മാർക്ക് ചെയ്ത് വയ്ക്കുക. ദിശ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നവർ, പുതുതായിട്ട് വരുന്നവർ തീർച്ചയായിട്ടും ആദ്യത്തെ സീരീസ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഒരുപാട് മുമ്പിലും നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തു. ഇതുപോലെ 15ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇതിൻ്റെ കാരണങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞായിരിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ വരുമ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഫോളോ ചെയ്ത് വരിക. ഓരോ പാറ്റേൺ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് പറഞ്ഞിട്ട് പോകും. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഇതാണ് ദിശ എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നതാണ്, ഒരാൾ കിഴക്കോട്ട് 6 കിലോമീറ്റർ സഞ്ചരിക്കുന്നു, അവിടെ നിന്നും വലത്തോട്ട് 3 കിലോമീറ്റർ. അപ്പോൾ ഒരാൾ കിഴക്കോട്ട് 6 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അപ്പോൾ ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ വയ്ക്കാം അല്ലെ, ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അയാൾ കിഴക്ക് മീൻസ് അങ്ങോട്ടാണ് അല്ലേ? കിഴക്കോട്ട് എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നു? 6 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. സോ ഇങ്ങോട്ട് 6 കിലോമീറ്റർ ആണ് അയാൾ സഞ്ചരിക്കുന്നത്. ഇനി അവിടെ നിന്ന് എന്ത് ചെയ്യണം അയാൾ? അവിടെ നിന്ന് അയാൾ വലത്തോട്ട് 3. അപ്പോൾ ഇങ്ങനെ പോകുന്ന ആൾ വലത്തേക്ക് സഞ്ചരിക്കും, മീൻസ് ഇയാളുടെ വലത് ഇങ്ങോട്ടാണ് അല്ലേ? 3 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. 3 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ഇനി എന്താ പറയുന്നത്? വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അപ്പോൾ മീൻസ് ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന ആളുടെ വലത് ഇങ്ങോട്ടല്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ഇമാജിനേഷൻ ആണ്, നമ്മൾ ഇമാജിൻ ചെയ്ത് നമ്മൾ ചിന്തിക്കാം. ഇങ്ങോട്ട് ഒരാൾ വരുന്നു, അയാളുടെ വലത്തേക്ക് തിരിയുമ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങോട്ട് ഇടതാണ് അല്ലേ? അങ്ങോട്ട് 6 കിലോമീറ്റർ ആണ്. അപ്പോൾ കൃത്യമായിട്ടും ഈ നീളം എന്താണോ അത് തന്നെയൊക്കെ നമ്മൾ വരയ്ക്കേണ്ടത് കേട്ടോ. 6 കിലോമീറ്റർ ശരിയല്ല? അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നീട്ടി ഇങ്ങ് പോകരുത്, അല്ലെങ്കിൽ കുറഞ്ഞു പോകരുത് നീളം കറക്റ്റായിട്ട് വരച്ച് നിർത്തുക. ഇതെന്താ പറയുന്നത്? 6 കിലോമീറ്റർ സഞ്ചരിക്കുന്നു, അവിടെ നിന്നും വീണ്ടും ഇടത്തോട്ട് തിരിയുന്നു. അപ്പോൾ ഇങ്ങനെ പോകുന്ന ആളുടെ ഇടത് ഇങ്ങോട്ടായിരിക്കും അല്ലേ? അങ്ങോട്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അപ്പോൾ ഇങ്ങോട്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. എങ്കിൽ ചോദ്യം എന്താണ്? അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്നും എത്ര അകലെയായിരിക്കും? ഇതാണ് പുറപ്പെട്ട സ്ഥലം അല്ലേ? ഇതാണ് ഇപ്പോൾ എത്തിയ സ്ഥലം. അകലമല്ലേ ചോദ്യം? അതായത് ഈ അകലമല്ലേ ചോദ്യം നമ്മളുള്ള ചോദ്യം. നമുക്ക് എങ്ങനെ ചോദ്യം നോക്കാം. നോക്കിയേ, അതിലിതാ ഇത്രയും അകലം എന്ന് പറയുന്നത് 3 കിലോമീറ്റർ ആണ്. കാര്യം ഈ ഡിസ്റ്റൻസിനായിരിക്കും ഇതല്ലേ 3, ഇത്രയും 5 ആണ്. സോ 5 3 8 കിലോമീറ്റർ. ഇതൊക്കെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് പൈതഗോറസ് തിയറം വെച്ച് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് സിംപ്ലി ഈസിയാണ്, നമ്മൾ വരച്ച് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ്. സോ ഇതിന്റെ ആൻസർ 8 കിലോമീറ്റർ ആണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കി, കൂട്ടത്തിൽ ചേരാത്ത സംഖ്യ ഏത്? ഒരു പക്ഷെ നമ്മൾ വളരെ വേഗത്തിൽ പറയാൻ പറ്റും. സാധാരണ നമ്മൾ ഒറ്റയാൻ ചോദിക്കുമ്പോൾ ആദ്യമേ ചിന്തിക്കുന്ന ഒരു ഐഡിയ തന്നെയാണ് ഈ ക്വസ്റ്റിനകത്ത് നമ്മൾ പറയാം അല്ലേ? അപ്പോൾ കൂട്ടത്തിൽ ചേരാത്ത സംഖ്യ ഏത്? 13, 23, 33 ഒക്കെയാണ് പറഞ്ഞേക്കുന്നത് അല്ലെ? 33 പിന്നെ 53. ഓക്കെ, സോ നോക്കാം. നോക്കേ, 13, 23, 33. നമ്മൾ എപ്പോഴും ഇങ്ങനൊരു സംഖ്യ ആദ്യം നോക്കുന്ന സാധനമാണ് അഭാജ്യ സംഖ്യ, ഭാജ്യസംഖ്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെ? അത് നോക്കിയിട്ടായിരിക്കും നമ്മൾ അടുത്തൊക്കെ നോക്കുന്നത്. ഒറ്റയാണെങ്കിൽ നമ്മൾ എപ്പോഴും നോക്കുന്നത് അങ്ങനെയാണ്. സോ നമുക്ക് ഈ ക്വസ്റ്റിൽ നമുക്ക് അങ്ങനെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാം. നോക്കി, 13 ഒരു അഭാജ്യ സംഖ്യയാണ്, പ്രൈം നമ്പർ ആണ് അല്ലേ? അഭാജ്യ സംഖ്യ എന്താണെന്ന് നിങ്ങൾ ഓർത്തോളുക. ഓക്കെ, ദെൻ 23 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്. 33 ഒരു പ്രൈം നമ്പർ ആണെന്ന് ചോദിച്ചാൽ 33 ഒരു പ്രൈം നമ്പർ അല്ല, അതൊരു കോമ്പോസിറ്റ് നമ്പർ, ഭാജ്യസംഖ്യയാണ്. കാരണം 33നെ ഹരിക്കാൻ പറ്റുന്ന ഒരുപാട് സംഖ്യകൾ. 1 കൊണ്ട് ഹരിക്കാം, 3 കൊണ്ട് ഹരിക്കാം, 11 കൊണ്ട് ഹരിക്കാം, 33 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഒരുപാട് സംഖ്യകൾ ഹരിക്കാൻ പറ്റുന്ന കോമ്പോസിറ്റ് നമ്പറാണ്, അതായത് ഭാജ്യസംഖ്യയാണ്. 53 ഒരു പ്രൈം നമ്പറാണ് എന്ന് വെച്ചാൽ അതിനെ ഹരിക്കാൻ പറ്റുന്ന 1 53 കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. സോ 13, 23, 53 ഇതെല്ലാം പ്രൈമാണ്. ഒറ്റയാൻ വരുന്നത് 33 ആണ്, കോമ്പോസിറ്റ് ഭാജ്യസംഖ്യയാണ്. സോ ആൻസർ 33. ഇത് നമ്മൾ എപ്പോഴും ഒറ്റയാനിൽ ചോദിക്കുന്ന നമ്പറുകൾ ആദ്യം നോക്കുന്ന പ്രൊസീജിയർ ഇതാണ് അല്ലേ? ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ നോക്കുന്നത്. സോ നമുക്ക് 33 ആൻസർ എന്ന് പറയാം. ഓക്കെ, അടുത്ത ചുവടെയുള്ള ശ്രേണിയിൽ തുടർന്ന് വരുന്ന സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. തുടർന്ന് വരുന്ന സംഖ്യ ഏത് എന്നാണ് ചോദ്യം അല്ലേ? ഇത് നമ്മുടെ സീരീസ് കംപ്ലീറ്റ് ആക്കാനുള്ള ചോദ്യമാണ്. അത് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു 1, 8 ഇതൊക്കെ ഇതാണ് പറയുന്നത്. നമ്മൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ശീലം നമുക്ക് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് വേഗത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നോക്കാം. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്.
ഒന്ന് കിട്ടി. ഇതൊക്കെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ചോദ്യം. എങ്ങനെയാണ്? 1 എന്ന് പറഞ്ഞാൽ 1ന്റെ ക്യൂബാണ്, 8 2ന്റെ ക്യൂബാണ്, 27 3ന്റെ ക്യൂബാണ്, 64 4ന്റെ ക്യൂബാണ്. എങ്കിൽ സംഖ്യ 5ന്റെ ക്യൂബ്, അതായത് 125, ദാറ്റ് ഇസ് 125 ആയിരിക്കും നമ്മുടെ ആൻസർ. 125 ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഓപ്ഷൻ ഉണ്ട്. എത്രാമത്തെയാണ് ആൻസർ? ഡി ആണ് ഓപ്ഷൻ അല്ലേ. സോ നമുക്ക് ആ ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കേ, 2013 ജൂലൈ 12 വെള്ളിയായാൽ, സോ 2013 കലണ്ടറുമായി ബന്ധപ്പെട്ട ചോദ്യം, 2013 ജൂലൈ 12 ഫ്രൈഡേ ആയാൽ എന്താ ചോദ്യം? നമ്മളോടുള്ള 2013 നവംബർ 12 ഏത് ദിവസം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ്, നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്, അതുകൊണ്ട് നമുക്ക് പറഞ്ഞു പോകാം അല്ലേ. നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? രണ്ടും ഒരേ വർഷമാണോ? രണ്ടും ഒരേ വർഷം, 2013 പറയുക, രണ്ടും ഒരേ വർഷം തന്നെയാണ്, ശരിയല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇതിനകത്ത് ഈ മാസങ്ങൾക്കകത്ത് എന്ത് വരുന്നുണ്ടോ? ഫെബ്രുവരി വരുന്നുണ്ടോ നോക്കുക. ജൂലൈക്ക് നവംബറിനും ഇടയിൽ ഫെബ്രുവരി വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇത് അതിവർഷമാണോ ലീപ്പ് ഇയർ ആണെന്ന് സംഗതി ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ഫെബ്രുവരി വരുന്നെങ്കിൽ മാത്രമേ നമ്മൾ ഇത് ലീപ്പ് ഇയർ ആണെന്ന് ചിന്തിക്കേണ്ട കാര്യം. ഫെബ്രുവരിയാണ് ആ ലീപ്പ് ഇയറിനെ നിർണ്ണയിക്കുന്നത്. സോ ഒരിക്കലും നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. സിംപ്ലി സാധാരണ എങ്ങനെ ചെയ്യുന്നോ അങ്ങനെ ചെയ്യാം. നോക്കാം നമുക്ക്. നോക്കിയേ, ജൂലൈ മുതൽ നവംബർ നമുക്കൊന്ന് എഴുതാം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. കണ്ടോ? നോക്കാം. ജൂലൈയിൽ 12 തീയതി, 12 മുതൽ മതി അല്ലേ? അപ്പൊ ഇനി ജൂലൈയിൽ നമുക്കറിയാം, ജൂലൈയിൽ ഇനി ബാക്കി എത്ര ദിവസങ്ങളുണ്ട്? ജൂലൈയിൽ ഇനി ബാക്കി, ജൂലൈയിൽ ആകെയുള്ളത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, അങ്ങനെ നോക്കുമ്പോൾ ജൂലൈ 31, ഇതൊക്കെ നമുക്ക് അറിയാലോ, 31 ദിവസങ്ങളാണുള്ളത്. സോ 31 ദിവസങ്ങളിൽ 12 ഇവിടെ ഉണ്ടല്ലേ. ഇനി ബാക്കി എത്രയുണ്ട്? 30 നിന്ന് 12 കുറച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ബാക്കി എത്ര കണ്ടുപിടിക്കാൻ? ഈ ദിവസം ഒഴികെയാണ് അല്ലേ. സോ 31 - 12, അതായത് 19. കണ്ടോ? ഓഗസ്റ്റിൽ നമുക്കറിയാം 31 ദിവസം, സോ 31 ദിവസം ഉണ്ട്. സെപ്റ്റംബറിലും 30 ദിവസമേ ഉള്ളൂ. ഒക്ടോബറിൽ വീണ്ടും 30 ദിവസമുണ്ട്. നവംബറിൽ എത്രയാണെന്ന് നോക്കണം, കാര്യം 12 വരെ ഉള്ളൂ. ഒന്നുകിൽ ഇതെല്ലാം കൂടി കൂട്ടുക, അപ്പോൾ ഒരു വലിയ സംഖ്യ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓഡ് ഡേയ്സ് എന്നുള്ള കേസ് എടുക്കുക. അതായത് 19നെ 7 കൊണ്ട് ഹരിച്ചു നോക്കുക. എന്ത് വരും? 2 7 14, ബാലൻസ് 5. അപ്പോൾ 5 ഓഡ് ഡേയ്സ്. ഒറ്റ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ 5 ദിവസമാണ്. 31 കണ്ടുപിടിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ? ഒന്നുകിൽ കാണാതെ പഠിച്ചു. 31 വരുമ്പോൾ ബാക്കി എത്ര ദിവസമുണ്ട്? 3 ഓഡ് ഡേയ്സ് ആണ്. കാര്യം 28 വരെ 7ന്റെ മൾട്ടിപ്പിൾ ആണ്. 28ന് ശേഷം എത്ര ദിവസം നോക്കിയാൽ മതി? 3 ദിവസം. ഇതുകൊണ്ട് ഒരുപാട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. 31ൽ 3 ദിവസമുണ്ട് ഓഡ് ഡേയ്സ്, ഒറ്റ ദിവസങ്ങൾ. കാര്യം 28 കഴിഞ്ഞാൽ 29, 30, 31, 3 ദിവസം. 30ലോ 2 ദിവസമേ ഉള്ളൂ. 29ലോ 1 ദിവസം. 28ലോ 0 ദിവസം. ഓഡ് ഡേയ്സ് ആണ് പറയുന്നത്. അപ്പൊ നോക്കിയാൽ 31ൽ 3 ദിവസം, 30ൽ 2 ദിവസം, 31ൽ വീണ്ടും 3 ദിവസം. ഇതിലോ 22, 12 കിടക്കുന്നത്. 12 വരെ ഉള്ളൂ 12 ദിവസം അല്ലേ ദിവസം. ഇനി ബാക്കി അതായത് 12 ദിവസം വരെയാണ്. 12 ശേഷമാണ് ചോദിക്കുന്നത്. 12 ദിവസം വരെയാണ്. അപ്പോൾ 12 ഒന്ന് 7 കൊണ്ട് ഹരിച്ചു നോക്കിയേ. അതായത് ഈ ഡേയ്സ് എന്ന് അല്ലെങ്കിൽ 7 ഹരിച്ചു നോക്കിയാൽ മതി, മനസ്സിൽ ചെയ്ത് നോക്കിയാലും മതി. ഒരു 7, ബാലൻസ് 5. കണ്ടോ? 5 ഓഡ് ഡേയ്സ്. ഇത് കൂട്ടുമ്പോൾ ചെറിയ സംഖ്യ ആയിരിക്കും കിട്ടുന്നത്. ഇത് കൂട്ടിയാലും ചെയ്യാം. ഇത് കൂട്ടുമ്പോൾ വലിയൊരു സംഖ്യ കിട്ടും, അതിന് വീണ്ടും 7 കൊണ്ട് ഹരിക്കണം. ഇവിടെ ചെറിയ സംഖ്യ കിട്ടും. ഏതായാലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നോക്കിയേ, 5 3 8, 8 2 10, 10 3 13, 5 18 അല്ലേ. ഈ 18നെ 7 കൊണ്ട് ഹരിക്കുക. 2 7 14, ബാലൻസ് 4. കണ്ടോ? 4 കിട്ടിയ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫ്രൈഡേക്കൊപ്പം വെള്ളിക്കൊപ്പം 4 കൂട്ടിയാൽ മതി. വെള്ളി +4. സോ വെള്ളി +4 എന്ത് വരും നോക്കാം? ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ. സോ ആൻസർ ഈസ് ട്യൂസ്ഡേ. ചൊവ്വ എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇതൊക്കെ ഒരുപാട് പറഞ്ഞു. നിങ്ങൾക്ക് ഇത് കൂട്ടിയാലും കിട്ടും കേട്ടോ. ഇത് കൂട്ടിയാലും വലിയ സംഖ്യ കിട്ടും, അതിനെ 7 കൊണ്ട് ഹരിച്ചു നോക്കാം. അത് മതി, പ്രശ്നമില്ലല്ലോ. ഒരുപാട് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അടുത്ത് നോക്കാം. ക്ലോക്കിന്റെ ക്വസ്റ്റ്യൻ, സിമ്പിൾ ചോദ്യം. ക്ലോക്കിൽ സമയം 7:30 എന്ന് കാണിക്കുന്നു എങ്കിൽ അതിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവാണ് ചോദ്യം. ഇപ്പോൾ കോണളവ് ചെയ്യാൻ ഫോർമുല വെച്ച് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞാണ് ഫോർമുല വെച്ച് ചെയ്യാം, അല്ലാതെ നമുക്ക് ചെയ്യാം. ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. 7:30 സമയം പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ 7:30 സമയം. ഫോർമുല ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? 7നെ അതുപോലെ താഴെ ഇറക്കി എഴുതും. 30നെ സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ അക്കമേ നോക്കും. 30 മിനിറ്റ് നമ്മൾ പറയുമ്പോൾ എപ്പോഴായിരിക്കും? 6-ലായിരിക്കും ക്ലോക്ക് നിൽക്കുക, ശരിയല്ലേ. സോ 6, 30 സൂചിപ്പിക്കുന്ന മിനിറ്റിലെ അക്കം എഴുതി 7 - 6 അല്ലേ. ഇനി ഇൻറ്റു എന്തോ ആയിക്കോട്ടെ, അതിന് ഇൻറ്റു 30 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് പ്ലസ് ഈ 30ന്റെ പകുതി. ഇവിടുത്തെ മിനിറ്റ് എന്താണ്? അതിന്റെ പകുതി എഴുതുക, 15. കണ്ടോ? അപ്പോൾ ഒന്നുകൂടെ 7 ഇതുപോലെ എഴുതി. 30 സൂചിപ്പിക്കുന്ന ക്ലോക്കിലേക്ക് 6 എഴുതി, തമ്മിൽ മൈനസ് ചെയ്തു. ഇവിടെ 30 ആയതുകൊണ്ട് അല്ല 30 കൊണ്ട് ഗുണിച്ചത്. ഏത് ക്വസ്റ്റൻ ആണെങ്കിലും 30 കൊണ്ടാണ് ഗുണിക്കുന്നത്. ലാസ്റ്റ് പ്ലസ് ഇവിടെ വരുന്നത് ഇതാ, ഇവിടെ കിടന്ന മിനിറ്റിന്റെ പകുതി. 7 - 6 1 ആണ്. 1 × 30 30 ആണ്. 30 + 15 45 ഡിഗ്രി.
ഇത് ഫോർമുല ഇല്ല നമ്മൾ ചെയ്തതാണ്. ഫോർമുല വെച്ചിട്ടും ചെയ്യാറുണ്ട്. ഫോർമുല വെച്ചിട്ട് ചെയ്യുന്ന ഒരുപാട് ഇപ്പം തന്നെ ഒന്ന് 60h മൈനസ് 11m ബൈ 2 അല്ലേ, ഇങ്ങനെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് 30h മൈനസ് 11/2m ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. മോഡലെസ് ആ കൊടുക്കാറുണ്ട്. നോക്കി ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ 60 ഇൻറ്റു എച്ച് എത്രയാണ്, എച്ച് അവറാണ്, അവർ മണിക്കൂർ 7 അല്ലേ, മൈനസ് 11 ദാറ്റ് ഈസ് 11 ഇൻറ്റു മിനിറ്റ് ആണ്, മിനിറ്റ് എത്രയാണ് 30/2. ഇങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ഇത് ഗുണിക്കും വലിയ സംഖ്യകൾ വരും, മറ്റേതാകുമ്പോൾ അങ്ങനെ വരില്ല, പെട്ടെന്ന് കിട്ടും. 60 ഇൻറ്റു 7 40 420 മൈനസ് ഇത് 330 അല്ലേ ബൈ 2, ഇതാകുമ്പോൾ 90 എന്ന് വരും. 90/2 എന്ന് പറയുന്നത് 45. അപ്പോഴും കിട്ടി. എങ്ങനെ ചെയ്താലും കിട്ടും, നിങ്ങളുടെ ഇഷ്ടം. ഫോർമുല യൂസ് ചെയ്ത് അങ്ങനെ ചെയ്യാം, ഈ മെത്തേഡ് ചെയ്യുന്നത് എങ്ങനെ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട് പോവാം. ശരി, ക്വസ്റ്റ്യൻ കാണാമല്ലോ. ഓക്കെ, ക്വസ്റ്റ്യൻ കാണാൻ പ്രശ്നമുണ്ടല്ലേ, ചെറിയ ക്വസ്റ്റ്യൻ ഇപ്പോഴോ? ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ കാണാം. ദെൻ നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത് 67ാമത്തെ ചോദ്യമാണ്. ബോർഡ് മാസിൽ നിന്ന് വരുന്ന ചോദ്യം. നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, വേഗത്തിൽ നമുക്ക് പറയാം. ചിലപ്പോൾ ചെയ്യ പോലും വേണ്ടി വരില്ല നിങ്ങൾക്ക്. 9 + 4 ഇൻറ്റു 7 മൈനസ് 12/2 എത്രയാണ് ചോദ്യം അല്ലേ? നോക്കാം. എന്താ ചെയ്യുക, ആദ്യം ഹരണം ചെയ്യണം. 12/2 എന്നതുകൊണ്ട് നമുക്കറിയാം അത് 6 അല്ലേ. സോ ഇതങ്ങ് 6 ആവും. 4 ഇൻറ്റു 7 എത്രയാവും, 28 ആവും. അപ്പോൾ ഇതെന്താവും, 9 + 28 അല്ലേ, 37. 37 നിന്ന് 6 കുറയ്ക്കാം. സിമ്പിൾ, അങ്ങനെ ചെയ്താലും ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ അല്ലേ. ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. 9 + 4 ഇൻറ്റു 78 പ്ലസ് -2. ഓക്കെ, ശരി. അപ്പോൾ നോക്കിയേ, ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ 28 എന്ന് വരും. 9ഉം 8ഉം 28ഉം കൂടെ കൂടുമ്പോൾ 37 എന്ന് വരും അല്ലേ. 37 നിന്ന് 6 കുറയ്ക്കും. 37 നിന്ന് 6 കുറച്ചാൽ 31 ആൻസർ ഉണ്ട്. സോ ആൻസർ 31 അല്ലേ. സിമ്പിൾ പരിപാടി. അപ്പോൾ ആദ്യം ഡിവിഷൻ, ബോർഡ് മാസ് ഒക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ആദ്യം ഹരണം ചെയ്യുക, പിന്നെ ഗുണനം ചെയ്യുക. ഓക്കെ, നമ്മൾ ഒരുപാട് സമയം കളയാൻ ഒരുമിച്ച് ചെയ്തങ്ങ് പോവാം സിമ്പിളായിട്ട് അല്ലേ. നോക്കാം. അടുത്തത് തന്നിരിക്കുന്ന സംഖ്യകളുടെ ബന്ധം ഉപയോഗിച്ച് പൂരിപ്പിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ബന്ധം ഉപയോഗിച്ച് പൂരിപ്പിക്കുക എന്താ പറഞ്ഞേക്കുന്നത്? 12 എന്ന് പറയുന്നത് 144 റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഇവർ താഴെ കുറച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 20 220 ആണോ ഒന്ന്. അടുത്ത എന്താണ് പറഞ്ഞേക്കുന്നത്? 15 225 ആണോ? അടുത്തത് 13 158 ആണോ? അടുത്തത് 10 190 ആണോ? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ അല്ലേ. നോക്കാം. എന്താ പറയാ, ഇതെന്താ പ്രത്യേകത? 12ന്റെ വർഗ്ഗമാണ്, ഈ സംഖ്യയുടെ വർഗ്ഗമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് 20ന്റെ വർഗ്ഗമാണോ 20 അല്ല. 20ന്റെ വർഗ്ഗം 400 ആണ്. 15ന്റെ വർഗ്ഗമാണോ 225 ആണ്. സോ ഇനി അങ്ങോട്ട് നോക്കേണ്ട കാര്യം, ഇതാണ് ആൻസർ. സോ 15ഉം 225. കാര്യം എന്ന് പറയുന്നത് 15ന്റെ വർഗ്ഗമാണ് 225. അപ്പൊ ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ, അതുപോലെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളായിരുന്നില്ല. നമ്മൾ ആദ്യം വർക്കൗട്ട് ചെയ്ത കുറേ ക്വസ്റ്റൻസ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്ത കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. നോക്കാം. അടുത്തത് നോക്കി. അടുത്തത് ബ്ലഡ് റിലേഷൻ ആണ്, രക്തബന്ധവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ചിലർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നൊരു ചോദ്യം കൂടിയാണ് ഈ ഒരു സാധനം അല്ലെ. രാജുവിന്റെ അമ്മയുടെ സഹോദരൻ വനജയുടെ മകനാണെങ്കിൽ രാജുവിന് വനജയുള്ള ബന്ധം എന്ത് അല്ലെ. ഇതൊക്കെ നമ്മൾ ട്രോളിലൊക്കെ കാണുന്നതാണ്. ഇങ്ങനെ നമുക്കൊന്നും മനസ്സിലാവാത്ത കുറേ ചോദ്യങ്ങൾ. ഇത് പ്രശ്നമൊന്നുമില്ല, നമുക്കൊന്ന് വരച്ച് മാർക്ക് ചെയ്ത് നോക്കാം, ശരിയാവും നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ എടുത്തോട്ടെ. എന്താ പറയുന്നത്? രാജുവിന്റെ അമ്മയുടെ സഹോദരൻ. നമുക്ക് എഴുതാം. എപ്പോഴും രാജു അവിടെ ഇരിക്കട്ടെ. രാജു, അമ്മയൊക്കെ നമ്മൾ എപ്പോഴും കൊണ്ട് അവിടെ മുകളിലേക്കാണ് കൊടുക്കുന്നത്. രാജുവിന്റെ അമ്മ കണ്ട. സഹോദരങ്ങളൊക്കെ, സഹോദര ഭാര്യയൊക്കെ നമ്മൾ സൈഡിൽ കൊടുക്കുകയും അമ്മയും അച്ഛനൊക്കെ നമ്മൾ മുകളിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോളുക. ഞാൻ എൻ്റെ രീതി പറഞ്ഞാണ്. രാജുവിന്റെ അമ്മയുടെ സഹോദരൻ. അപ്പോൾ രാജുവിന്റെ അമ്മയുടെ സഹോദരൻ നമ്മൾ സൈഡിൽ കൊടുക്കും അല്ലേ. സഹോദരൻ, ആ സഹോദരൻ വനജയുടെ മകനാണെങ്കിൽ, അപ്പൊ ഇയാള് വനജയുടെ മകനാണ് അല്ലേ. വനജയുടെ മകനാണ് ഇയാൾ അല്ലെ. തിരിച്ചങ്ങോട്ട് ഇങ്ങോട്ട് മകനും അങ്ങോട്ട് അമ്മയുമാണ് അല്ലെ. ഒരു മകനോട് അമ്മ. ഓക്കെ, എത്രയേ ഉള്ളൂ. സിമ്പിൾ പരിപാടി, മാർക്ക് ചെയ്തതൊന്നുമില്ല. ഇനി എന്താ പറയുന്നത്? എങ്കിൽ രാജുവിന് വനജയോടുള്ള ബന്ധമാണ് ചോദ്യം. നമുക്ക് നോക്കാം. അമ്മയുടെ സഹോദരൻ ശരിയല്ലേ. അമ്മയുടെ സഹോദരന്റെ അമ്മ എന്ന് പറയുമ്പോൾ ഈ അമ്മയുടെയും അമ്മ തന്നെയായിരിക്കും വനജ അല്ലേ.
ശരിയല്ലേ? ഇവർ രണ്ട് സഹോദരങ്ങളാണ്, അതായത് ഒരു അമ്മ പെറ്റ മക്കളാണ് രണ്ടുപേരും. അതിൽ സഹോദരന്റെ അമ്മ വനജയാണെങ്കിൽ രാജുവിന്റെ അമ്മയുടെ അമ്മയും വനജ തന്നെ ആയിരിക്കും. അതായത് ഈ രാജുവും വനജയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? രാജുവിന്റെ അമ്മയുടെ അമ്മയാണ് വനജ, അതായത് അമ്മുമ്മയാണ് വനജ. പക്ഷെ അമ്മുമ്മ ഒരു ഓപ്ഷൻ അതില്ല. ചോദ്യം എന്താണ്? രാജുവിന് വനജയോടുള്ള ബന്ധം എന്തോ. അപ്പൊ നമ്മൾ നോക്കുന്നു അമ്മുമ്മ ഉണ്ടോ? അമ്മുമ്മ ഇല്ല. അപ്പൊ തിരിച്ച് ചിന്തിക്കുക, വനജയുടെ ആരാണ് രാജു? വനജയുടെ മകളുടെ മകനാണ്, അതായത് ചെറുമകനാണ് രാജു. സോ ആൻസർ ഈസ് ചെറുമകൻ എന്നാണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അടുത്ത പോവാം. ഓക്കെ, ഒരു വരിയിൽ, ഓക്കെ അടുത്ത വരിയിൽ നിരയിൽ. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചോദ്യം, നമ്മൾ മിക്കവാറും എല്ലാ ചോദ്യങ്ങളിലും പറയുന്ന ചോദ്യങ്ങളാണ്. സോ നോക്കി, ഒരു വരിയിൽ ആകെ 30 പേരുണ്ട്. ബേബി വരിയിൽ നിന്ന് വരിയുടെ മുന്നിൽ നിന്ന് 6-ാമനാണ് എങ്കിൽ ബേബി വരിയുടെ പിന്നിൽ നിന്ന് എത്രാമനാണെന്നാണ് ചോദ്യം. ഒരുപാട് കണ്ടിട്ടില്ലേ നമ്മൾ, അല്ലേ? അപ്പൊ എന്താ പരിപാടി? ആകെ 30. നമുക്ക് ഫോർമുല എന്താണ്? ടോട്ടൽ ഈസ് ഈക്വൽ ടു മുന്നിൽ പ്ലസ് പിന്നിൽ -1. ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് ചെയ്യും, അല്ലേ? മുന്നിൽ പ്ലസ് പിന്നിൽ -1. അപ്പൊ ടോട്ടൽ 30 ഉണ്ടല്ലേ ഇവിടെ. മുന്നിൽ നിന്ന് 6-ാമത്, പിന്നിൽ നിന്നാണ് നമുക്ക് അറിയാത്ത. സോ പി അതുപോലെ എഴുതി -1. ശരിയല്ലേ? അപ്പൊ 30 ഈസ് ഈക്വൽ ടു, നമ്മൾ തെറ്റിക്കുന്ന എങ്ങനെ അറിയാമോ? നമ്മൾ 60 + 1 ചെയ്യും. നിങ്ങൾ ഈ പ്ലസ് കണ്ടിട്ട്, പക്ഷെ അങ്ങനെയല്ല. 60 - 1 സോറി 6 - 1 കേട്ടോ. 60 നേരത്തെ പറഞ്ഞ, സോറി. സോ 5 എന്ന് വരും. 5 - 1 സോറി 6 - 1 6 + 1 ചിന്തിക്കരുത്. പ്ലസ് പി ഉണ്ട്. നമ്മൾ വന്നിട്ട് -p ഒക്കെ ഇട്ട് വയ്ക്കും. നമ്മുടെയൊക്കെ ചെറിയ മിസ്റ്റേക്കുകൾ അങ്ങനെയൊക്കെയാണ്. ഇച്ചിരി മാത്സ് ഒക്കെ ബുദ്ധിമുട്ടുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ അതൊക്കെ. അപ്പോൾ ശ്രദ്ധിച്ചോളൂ അതൊക്കെ. 6 - 1 6 + 1. ഈ പ്ലസ് ആണ് നമ്മുടെ മനസ്സിൽ കിടക്കുക. എന്നിട്ട് പിന്നീട് -p എന്നിട്ട് വയ്ക്കുകയും ചെയ്യും. സോ അങ്ങനെയൊന്നുമല്ല. നമുക്ക് ഈ 5നെ ഇപ്പുറത്തുണ്ട്. അപ്പോൾ എന്താവും? 30 - 5 = p. സോ 25 = p. കണ്ടോ? സോ ആൻസർ എന്താണ്? പിന്നിൽ നിന്നും 25-ാമനാണ് ഓപ്ഷൻ ഉണ്ട്. നോക്കുക, 25-ാമനാണ്. യെസ്, ആൻസർ ഓപ്ഷൻ ഉണ്ട്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. നമുക്ക് മാക്സിമം എല്ലാ ദിവസങ്ങളും 10 അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്തുതരാം. മാക്സിമം വർക്കൗട്ട് ചെയ്തോളുക. പിന്നെ നന്നായിട്ട് പഠിച്ചോളുക കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരുപാട് വർക്കൗട്ട്, നമുക്ക് മാക്സിമം വർക്കൗട്ട് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇവരോട് കാണാം. ബൈ.